ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ്. അതായത് ഈശോ സുവിശേഷകൻ വിവരിക്കുന്നത് പോലെ തൻ്റെ അടയാളങ്ങളിലെ ഒന്നാമത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നതാണ് കാനായിലെ കല്യാണ സദ്യക്കിടയ്ക്ക് വെള്ളം വീഞ്ഞാക്കുന്നത്. ഇവിടെ ആ യൂത പശ്ചാത്തലം നമ്മൾ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരണം. യഹൂദിനെ സംബന്ധിച്ച് അവൻ്റെ വിവാഹമെന്ന് പറയുന്നത് അത് വലിയ ആഘോഷമാണ്. ഒരു കുടുംബത്തിൻ്റെ മാത്രമല്ല, ബന്ധുക്കളുടെയും ഒക്കെ വലിയ ആഘോഷമാണ്. വലിയ ആഘോഷത്തിൻ്റെ നടുവിലാണ് അതിൻ്റെ ഏറ്റവും മുന്തിയ വിഭവമായ വീഞ്ഞ് തീർന്നു പോകുന്നു. ഇതിൽ പരം ഒരപമാനം ആ കുടുംബത്തിനുണ്ടാകാനില്ല. ഇതിൽ പരം ഒരത്യാഹിതമുണ്ടാകാനില്ല. ഇതിൽ പരം ഒരപകടമുണ്ടാകാനില്ല. ജീവിതത്തിലെ ആ കുടുംബം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ അപകടം, ഏറ്റവും വലിയ അത്യാഹിതം, ഏറ്റവും വലിയ തകർച്ച. ആ തകർച്ചയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആ വീട്ടുകാരെ, വധുവും വരനുവൻ, പിന്നെ അവരുടെ മാതാപിതാക്കളും തകർന്നു പോകുന്നില്ല. എന്താ സംഭവിക്കുന്നത്? അത് പരിണമിക്കുന്നത് 10-ാമത്തെ വചനം ശ്രദ്ധിക്കണം. സാധാരണഗതിയിൽ മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, താഴ്ന്നത് പിന്നീട്. നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചല്ലോ, കലവറക്കാരൻ പറയുന്നു. അതായത് വീഞ്ഞ് ഇല്ല എന്ന അവസ്ഥയിൽ നിന്ന് വീഞ്ഞ് തീർന്നു പോകുന്ന എന്ന അവസ്ഥ രൂപാന്തരപ്പെടുന്നത് മേൽത്തരം വീഞ്ഞിൻ്റെ, നല്ല വീഞ്ഞിൻ്റെ, അതും വളരെ സമൃദ്ധമായ വീഞ്ഞിൻ്റെ അവസ്ഥയിലേക്കാണ് ഇത് രൂപാന്തരപ്പെടുന്നത്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ആ കുടുംബത്തിനുണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധിയും ഏറ്റവും വലിയ തകർച്ചയും അവരുടെ നാശത്തിന് കാരണമാകുന്നില്ല, മറിച്ച് ഏറ്റവും വലിയ സന്തോഷത്തിനും ഏറ്റവും വലിയ സമൃദ്ധിക്കും ഏറ്റവും മുന്തിയ വീഞ്ഞിൻ്റെ രൂപാന്തരീകരണത്തിനുമായിട്ട് കാരണം ആവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സുവിശേഷ ഭാഗം തരുന്നൊരു സന്ദേശമുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഈ തകർച്ചകൾ എപ്പോഴും നാശത്തിന് കാരണമാകണമെന്നില്ല. നാശത്തിലേക്കും പരാജയത്തിലേക്കും തോൽവിയിലേക്കും നമ്മളെ എത്തിക്കണമെന്നില്ല. മറിച്ച് നമ്മുടെ ഓരോ തകർച്ചയും വീഴ്ചയും അപകടവും അത്യാഹിതവും നമ്മളെ മേൽത്തരം വീഞ്ഞിൻ്റെ, മുന്തിയ വീഞ്ഞിൻ്റെ, നല്ല വീഞ്ഞിൻ്റെ, സമൃദ്ധമായ വീഞ്ഞിൻ്റെ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കാം. അതായത് നമ്മുടെ ജീവിതത്തിലെ അത്യാഹിതങ്ങളൊക്കെ ഒരത്ഭുതത്തിനുള്ള സാധ്യതയാണ് തുറന്നു തരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അന്വേഷിക്കേണ്ടത് കാനായിലെ വലിയ അത്യാഹിതം, വലിയ തകർച്ച, വലിയ അപകടം അത്ഭുതമായി രൂപാന്തരപ്പെടാനുണ്ടായ കാരണം എന്താണ്? 2-ാമത്തെ അധ്യായം 1-ാമത്തെ വചനവും 2-ാമത്തെ വചനവും, യേശുവും ശിഷ്യന്മാരും വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. എന്നാൽ അമ്മയെക്കുറിച്ച് പറയുന്നത് യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മറ്റവർ ക്ഷണിക്കപ്പെട്ടിരുന്നു, ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അർത്ഥം വ്യംഗ്യമായിട്ട് ഈശോയുടെ അമ്മ ക്ഷണിക്കപ്പെട്ടിരുന്നില്ല, ക്ഷണിക്കാതെ തന്നെ വന്നവളാ അമ്മ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷം നടക്കുമ്പോൾ ക്ഷണിക്കാതെ കയറി ചെല്ലാൻ മാത്രം, ആരും വിളിക്കാതെ, ക്ഷണക്കത്ത് കൊടുക്കാതെ കയറി ചെല്ലാൻ മാത്രം സ്വാതന്ത്ര്യമുള്ള ആരായിരിക്കും? അത്രയ്ക്കടുപ്പം, അർത്ഥയ്ക്ക് ഹൃദയ അടുപ്പമുണ്ടെങ്കിൽ ഒരു ക്ഷണക്കത്തിൻ്റെ ആവശ്യമില്ല, കയറി ചെല്ലുന്നു, അമ്മ അവിടെ ഉണ്ടായിരുന്നു ക്ഷണിക്കപ്പെടാതെ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ അവിടെ ഉണ്ടായിരുന്ന ക്ഷണിക്കപ്പെടാത്ത അമ്മയാണ് ശരിക്കു പറഞ്ഞാൽ ഈ വലിയ തകർച്ച, വലിയ അത്ഭുതമായിട്ട് മാറാനുണ്ടായ കാരണം. വീഞ്ഞില്ലാത്ത അവസ്ഥ സമൃദ്ധമായ വീഞ്ഞിൻ്റെയും മുന്തിയ തരം വീഞ്ഞിൻ്റെയും അവസ്ഥയായിട്ട് മാറാനുണ്ടായ കാരണം ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ്, ക്ഷണിക്കപ്പെടാത്ത അമ്മയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ തകർച്ചയും വീഴ്ചയും കോട്ടവും അപകടവും പരാജയവും ഉണ്ടാകുമ്പോൾ അതിനെ മഹാത്ഭുതങ്ങളാക്കി മാറ്റാൻ, ജീവിതത്തിൻ്റെ വലിയ നിറവുകളാക്കി മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? ക്ഷണിക്കപ്പെടാതെ നിൻ്റെ ജീവിതത്തിലേക്ക്, നിൻ്റെ ആഘോഷങ്ങളിലേക്കും കടന്നു വരാൻ മാത്രം നിന്നോട് അടുപ്പമുള്ള വ്യക്തി, അത്തരം അടുപ്പങ്ങളെ വളർത്തിയെടുക്കുക. അത്തരം അടുപ്പമുള്ളവരെ, ഹൃദയത്തോട് അടുപ്പമുള്ളവരെ ചേർത്ത് നിർത്തുക. കാരണം ജീവിതത്തിൻ്റെ തകർച്ചകളെ രൂപാന്തരപ്പെടുത്തുന്നത് ഇവരാണ്.
എന്നിട്ടോ 3-ാമത്തെ വചനത്തിൽ അമ്മ എന്താ പറയുന്നത്? അമ്മയായി ഈ പ്രശ്നം ആദ്യമായിട്ട് തിരിച്ചറിയുന്നു. അമ്മ പറയുന്നു, അവർക്ക് വീഞ്ഞില്ല എന്ന കാര്യം ഏറ്റവും ആദ്യം അറിയുകയും പോരാ, ആ അറിവ് നൊമ്പരമായി മാറുകയും പോരാ, ആ അറിവ് നൊമ്പരമായി മാറിയത് അതിൻ്റെ പരിഹാരത്തിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നത് അമ്മയാണ്, ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ്. അതാ നമ്മൾ തിരിച്ചറിയേണ്ടത്. അതായത് ക്ഷണിക്കപ്പെടാതെ തന്നെ കയറി വരാൻ മാത്രം ഹൃദയാടുപ്പമുള്ള ആളാണ് ആദ്യം തിരിച്ചറിയുന്നത് വീഞ്ഞ് തീർന്നു പോകുന്നത്. പരിഹാരത്തിനായിട്ട് പരിശ്രമിക്കുന്നതും അമ്മയാണ്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നടക്കേണ്ടത്. നമ്മുടെ ജീവിതത്തോട്, ഹൃദയത്തോട് ഏറ്റവും അടുപ്പമുള്ള ബന്ധങ്ങളെ വളർത്തിയെടുക്കുക പോരാ, അടുപ്പമുള്ളവരെ ചേർത്ത് നിർത്തുക. പ്രത്യേകിച്ച് പരാജയത്തിൻ്റെയും തകർച്ചയുടെയും ജീവിതത്തിൻ്റെ അത്യാഹിതങ്ങളിലെയും നേരത്തെന്താ, അവരെ ചേർത്ത് നിർത്തുക, അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുക. അതുമൂലമുണ്ടാകുന്നത് എന്താണ്? അതുമൂലം അവർ തന്നെ ഈ തകർച്ചയും പരാജയവും വലിയ അത്ഭുതമാക്കി മാറ്റാനുള്ള കാരണമായി മാറും. ഏറ്റവും നല്ല ഉദാഹരണം ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ നിന്നാണ്. ഫ്രാൻസിസും ബ്രദർ ലിയോയും കൂടെ അസീസിയിലേക്ക് നടന്നു വരികയായിരുന്നു. പെട്ടെന്ന് അകലെ ഒരു മണിയടിനാദം. ഫ്രാൻസിസ് ചോദിച്ചു, ബ്രദർ ലിയോ, എന്താണ് കേൾക്കുന്നത്? ലിയോ പറഞ്ഞു, ഒരു മണിയടി ശബ്ദം. നോക്കുമ്പോൾ അകലെ കാട്ടിനുള്ളിൽ നിന്നും ഒരു കുഷ്ഠരോഗി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. കുഷ്ഠരോഗിയെ കണ്ട ഉടനെ ഫ്രാൻസിസ് ഇരു കൈകളും വിരിച്ചു പിടിച്ച് അവൻ്റെ അടുത്തേക്ക് ഓടി അടുക്കുകയാണ്. ഒരു മനുഷ്യൻ, അപരിചിതൻ, തൻ്റെ അടുത്തേക്ക് കൈ വിരിച്ചു പിടിച്ച് ഓടി വരുന്നത് കണ്ട് ഈ കുഷ്ഠരോഗി ഭയപ്പെട്ടു പോയി. അയാൾ മുട്ടുകൾ തളർന്ന് നിലത്ത് ഇരുന്നു. ഓടിയടുത്ത ഫ്രാൻസിസ് നോക്കുമ്പോൾ മൂക്കെല്ലാം ദ്രവിച്ച് കൈവിരലുകളെല്ലാം കുറ്റി പോലെ ആയ ഒരു മനുഷ്യൻ, മുഖമെല്ലാം പഴുത്തൊരു വ്രണം. ഫ്രാൻസിസ് തല ചായ്ച്ച് ആ മുഖത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. എന്നിട്ട് സാവകാശം അദ്ദേഹത്തിൻ്റെ കുപ്പായം ഒന്ന് വലിച്ചു മാറ്റാൻ നോക്കി. ഒരാർത്തനാദത്തോടെ ഫ്രാൻസിസ് നിലവിളിച്ചു. കാരണം കുപ്പായവുമില്ല, ആളും ഇല്ല. നിലത്തേക്ക് മുട്ടുകുത്തിയ ഫ്രാൻസിസ് ആവർത്തിച്ച് നിലം ചുംബിക്കുക. എന്നിട്ട് ബ്രദർ ലിയോയോട് ചോദിച്ചു, ലിയോ, നിനക്കെന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ലിയോ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ദൈവം നമ്മളെ കളിപ്പിക്കുകയാണ്. ഫ്രാൻസിസ് പറഞ്ഞു, എന്നാൽ എനിക്ക് തോന്നുന്നു കുഷ്ഠരോഗിയുടെയും പാപിയുടെയും രോഗികളുടെയും മുഖത്ത് നമ്മൾ ചുംബിച്ചാൽ. അത് പറഞ്ഞിട്ട് ഫ്രാൻസിസ് നിർത്തി. അപ്പോൾ ബ്രദർ ലിയോ പറഞ്ഞു, ചുംബിച്ചാൽ? ഫ്രാൻസിസ് പറഞ്ഞു, ഞാൻ ഈ പറയുന്നത് ദൈവദൂഷണമാണെങ്കിൽ തമ്പുരാൻ പൊറുക്കട്ടെ. പാപികളുടെയും കുഷ്ഠരോഗികളുടെയും രോഗികളുടെയും മുഖത്ത് നമ്മൾ ചുംബിച്ചാൽ അവർ ക്രിസ്തുവായി മാറും. ഇതാണ് അത്ഭുതം. ഏത്? കുഷ്ഠരോഗി ക്രിസ്തുവായി മാറുന്നത്. കുഷ്ഠരോഗിയെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ പറ്റുന്നവൻ പോരാ, അത്രമാത്രം സ്വാതന്ത്ര്യവും ഹൃദയാടുപ്പവും ഉള്ളവൻ അവനെ ചുംബിക്കുമ്പോഴാണ് ക്രിസ്തുവായി മാറുന്നത്. കാനായിൽ നടന്നത് അതാണ്. അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അത്യാഹിതത്തിൽ, ഏറ്റവും വലിയ ദുരന്തത്തിൽ, ഏറ്റവും വലിയ തകർച്ചയിൽ ആ കുടുംബത്തോട് ഏറ്റവും ഹൃദയാടുപ്പം ഉള്ള അമ്മ, ക്ഷണിക്കപ്പെടാതെ തന്നെ കല്യാണത്തിന് വരാൻ ഹൃദയാടുപ്പമുള്ള അമ്മയുണ്ടായിരുന്നു. അമ്മ തന്നെയാണ് വീഞ്ഞ് തീരുന്നത് അറിയുന്നതും വീഞ്ഞ് തീരുന്ന അവസ്ഥയിൽ നിന്നും കരകയറ്റാനായിട്ട് ശ്രമിക്കുന്നതും. ഇത് തന്നെ നമ്മുടെ ജീവിതങ്ങളിലും ഈശോ നമുക്ക് പാഠമായിട്ടും നമ്മളോടുള്ള സന്ദേശമായിട്ടും പറയുന്നു. നിൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളിൽ നീ ചേർത്ത് നിർത്തേണ്ടതും ചേർന്ന് നിൽക്കേണ്ടതും നിൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുപ്പമുള്ളവരോടാണ്. അവർക്കാണ് നിൻ്റെ അത്യാഹിതങ്ങളെ അത്ഭുതങ്ങളാക്കി മാറ്റാൻ പറ്റുന്നത്. വീഞ്ഞ് തീർന്നു പോകുന്ന നിൻ്റെ ജീവിതത്തിലേക്ക് മുന്തിയ മേൽത്തരം വീഞ്ഞ് നല്ല വീഞ്ഞാക്കി മാറ്റാൻ പറ്റുന്നത് അവർക്കാണ്. നിൻ്റെ ദുരന്തങ്ങളെ വലിയ ജീവിതാത്ഭുതങ്ങളാക്കി മാറ്റാൻ പറ്റുന്നത് അവർക്കാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ ജീവിതത്തിലൂടെ, നീ ചെയ്ത ആദ്യ അത്ഭുതത്തിലൂടെ, നിൻ്റെ അമ്മയിലൂടെ നീ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് തിരിച്ചറിയാനുള്ള കൃപ തരണമേ. ഞങ്ങളുടെ ജീവിതത്തിലും അപകടങ്ങളും അത്യാഹിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ ഈശോയെ, നീ പറയുന്നത് മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഹൃദയത്തോട് ഏറ്റവും അടുപ്പമുള്ളവരെ നീ തന്നിട്ടുണ്ട്.
അവരോട് ചേർന്ന് നിൽക്കാനും അവരെ ചേർത്ത് നിർത്താനുമുള്ള പ്രത്യേക ശ്രദ്ധ നീ ഞങ്ങൾക്ക് തരണമേ. അതിലൂടെ അവരുടെ സാന്നിധ്യത്തിലൂടെയും അവരുടെ ഇടപെടലിലൂടെയും ഞങ്ങളുടെ ജീവിതത്തിലെ അത്യാഹിതങ്ങളെ അത്ഭുതങ്ങളാക്കി ഈശോയെ നീ മാറ്റണമേ. ആമേൻ.